എറണാകുളത്തുള്ള വിമത ലോഹധാരികൾ ആരും ഈ സമയത്ത് പുരോഹിതരല്ല. അവർ വെറും അൽമായരാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധ ബലിയർപ്പണം എന്ന രീതിയിൽ നാടകം കണ്ടാൽ അത് ബലിയർപ്പണമാകില്ല എന്ന് എറണാകുളത്തുള്ള വിശ്വാസികൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം ഉത്തരവാദി മോൺസിഞ്ഞർ ആന്റണി നെരുളമാണെന്നാണ്. ഏത് ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്? നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് എറണാകുളത്തെ അല്പവിശ്വാസികളായ വിമത അൽമായർക്കുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്നും അല്ല എന്നും ഉത്തരം പറയേണ്ടി വരും. കാരണം പുരോഹിത അന്തസ് അല്ലെങ്കിൽ തിരുപ്പട്ടം ഒരു തവണ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അല്ലെങ്കിൽ മരണം വരെ ഞങ്ങൾ പുരോഹിതര് തന്നെ ആയിരിക്കും. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. സഭയ്ക്കോ മാർപ്പാപ്പയ്ക്കോ ദൈവത്തിന് പോലും ഞങ്ങളുടെ പട്ടമെടുത്ത് കളയുവാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പുരോഹിത അന്തസ് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല എന്നുള്ള അബദ്ധ നുണ പ്രചരണങ്ങൾ വഴി എറണാകുളത്തുള്ള വിമത ലോഹധാരികൾ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ലോഹ തൊഴിലാളികൾ അവിടെയുള്ള വിശ്വാസികളെ അബദ്ധ ജീവിതത്തിലേക്ക് നയിക്കുകയും അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് എറണാകുളത്തുള്ള വിശ്വാസികൾക്ക് ഈ പ്രോഗ്രാം അല്പമെങ്കിലും ഉപകരിക്കുമെങ്കിൽ നല്ലത് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അതിനു മുമ്പ് വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രേക്ഷകരോടും കത്തോലിക്ക വിശ്വാസികളോടും വോയിസ് ഓഫ് ട്രൂത്തിന് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം: നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പുരോഹിത അന്തസ് അല്ലെങ്കിൽ വൈദിക പട്ടം ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഈ പറയുന്ന വൈദികൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ദൈവത്തിനെതിരായിട്ടുള്ള പാപമാണെങ്കിലും സഭയ്ക്കും വിശ്വാസികൾക്കും എതിരായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും രാജ്യ നിയമങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും അതിനൊക്കെ ശേഷവും ഇവരുടെ പുരോഹിത അന്തസ് നഷ്ടപ്പെടുമോ അതോ ഇല്ലയോ? പരിശുദ്ധ ബൈബിൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? പൗരോഹിത്യത്തെ പറ്റി പരിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു? അതോടൊപ്പം തന്നെ സഭയുടെ കാനോൻ നിയമങ്ങൾ ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പും വോയിസ് ഓഫ് ട്രൂത്ത് ഈ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം കിട്ടിയ 2 വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ പ്രോഗ്രാം ചെയ്യുവാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ഏതായാലും ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. എന്താണ് ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. സ്നേഹമുള്ള പ്രദേശ്, അനാവശ്യമായിട്ടുള്ള ഈ വക സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നിങ്ങളെ പോലെയുള്ള അനേകം മെമ്പേഴ്സ് ഇതിലുണ്ട്. നിങ്ങൾക്കും പലപ്പോഴും പല വിധത്തിലുള്ള തെറ്റുകളും പറ്റുന്നുണ്ട്. കുദാശകൾ 7 അതിലുള്ള ഒന്നാണ് തിരുപ്പട്ടം. തിരുപ്പട്ടം ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കാം. പക്ഷെ ആ പട്ടം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. ആ വ്യക്തിക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. എന്നാൽ കന്യാവ്രതം എന്ന അത് ഒരു കുദാശയല്ല. അനുസരണം, ബ്രഹ്മചര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണത്. ഈ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളെ പോലെയുള്ള വ്യക്തികൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല. സാറേ, ഇതിന് ഈ പുള്ളിക്ക് വ്യക്തിപരമായിട്ടല്ല, എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ഒരു ചെറിയ മറുപടി. അപ്പോ പുള്ളിയുടെ അഭിപ്രായത്തിൽ പട്ടം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. ഈ പട്ടം കൊടുത്തവർ തന്നെ അത് അതേപടി തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ മറുപടി ഞാൻ ഓർക്കുന്നു. അപ്പൊ അതേ രീതിയിൽ ഒരു മറുപടി പൊതുവായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ഒരു മറുപടി ഈ പട്ടം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണെന്ന് ആധികാരികമായിട്ട് ഒരു മറുപടി ഒന്ന് പറഞ്ഞുതരാം സാറേ. ഈ പുള്ളിക്ക് ഒരു മറുപടി കൊടുക്കാനാണ്. നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ടു. എന്താണ് അവിടെ പറയുന്നതെന്നും നമ്മൾ കേട്ടു. ഒരു വിശ്വാസി പറയുന്നു, തിരുപ്പട്ടം ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചെടുക്കുവാൻ പറ്റുകയില്ല. അവർ ജീവിതകാലം മുഴുവൻ പുരോഹിതരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ചർച്ചകളും പാടില്ല. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പൗരോഹിത്യം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ഒന്നും ശബ്ദിക്കുവാൻ പാടില്ല. അവരെന്ത് ചെയ്താലും അത് മുഴുവൻ സഹിച്ചു കൊള്ളണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ വിശ്വാസി പറയുന്നത്. എന്നാൽ അത്
ഡൈജസ്റ്റ് ആകാത്ത അല്ലെങ്കിൽ അതങ്ങോട്ട് ദഹിക്കാത്ത വിശ്വാസികളാണ് 99% ഇന്ന് കത്തോലിക്ക സഭയിലുള്ളത്. അതിന് മുഖ്യ കാരണം എറണാകുളം രൂപതയിലെ വൈദിക തൊഴിലാളികളാണെന്ന് പറയുന്നതിൽ ഒരതിശയോക്തിയുമില്ല. കാരണം സഭയ്ക്കെതിരായിട്ട്, കർത്താവിനെതിരായിട്ട്, സഭാ വിശ്വാസങ്ങൾക്കെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സഭയ്ക്കെതിരെ ജാഥകൾ നയിക്കുകയും അനുസരണക്കേടിന്റെ പരമകാഷ്ഠയിലെത്തുകയും ചെയ്ത എറണാകുളം വൈദിക തൊഴിലാളികൾ ചിന്തിക്കുന്നത് ഇതാണ്. അവർ ചിന്തിക്കുന്നത് തന്നെയല്ല, അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നതും ഇതാണ്. ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് തെറ്റാപരമുണ്ട്, ഞങ്ങൾ എന്ത് പറയുന്നുവോ അതാണ് ശരി. നമ്മൾ കണ്ടതാണ് എറണാകുളത്തെ വിമത വൈദിക നേതാക്കൾ വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ പൗരോഹിത്യം പോകുകയില്ല, ഞങ്ങളെ ആർക്കും സഭയിൽ നിന്ന് പുറത്താക്കാനോ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കുവാനോ ഒക്കുകയില്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. അതിനുശേഷവും പല വിമത വൈദികരും അൽമായരെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തുകൊള്ളൂ. ഇത്രയും അഹങ്കാരം നിറഞ്ഞവരാണ് വൈദികരെന്ന് ഓർക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം ലജ്ജ തോന്നുന്നു, പുച്ഛം തോന്നുന്നു നമ്മൾ നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റിയെ ഓർത്ത്. കാരണം ഇത് സഭയുടെ പ്രശ്നമല്ല, ഇത് എറണാകുളം വൈദിക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഇതേ മനോഭാവം വച്ചു പുലർത്തുന്ന മറ്റുള്ള വൈദിക തൊഴിലാളികളുടെയും മാനസിക പ്രശ്നമാണ്. ഇത് സഭയുടെ പ്രശ്നമല്ല. സഭ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇവർ പറയുന്നത് പോലെ വൈദികനായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്ത് തെറ്റും എന്ത് പാപവും ചെയ്താലും വൈദികനായി തുടരാമെന്ന് സഭയോ ബൈബിളോ പഠിപ്പിക്കുന്നില്ല. നമുക്ക് നോക്കാം ബൈബിൾ എന്താണ് പറയുന്നതെന്ന്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത്, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. കൃത്യമായ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് അർത്ഥമാക്കുന്നത് ഞാൻ നേരിട്ട് തെരഞ്ഞെടുത്ത നിങ്ങളിലും പൈശാചിക ശക്തിയുണ്ട്, നിങ്ങളിലും പിശാച് ബാധിതരുണ്ട്, നിങ്ങളിലും പിശാചിന്റെ അടിമയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെതല്ല എന്ന് കർത്താവ് തന്നെ കൃത്യമായി ബൈബിളിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് കേൾക്കുവാൻ മനസ്സാകണം വിശ്വാസികൾ. കാതുകൾ തുറന്നു വെച്ച് ബൈബിൾ വചനങ്ങൾ കേൾക്കുക. ഇതിനുശേഷം ബൈബിളിൽ പറയുന്നു, സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന അകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും. നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം. കൃത്യമായിട്ട് ഇവിടെ ബൈബിളിൽ സന്ദേശം നൽകുന്നു. പൗരോഹിത്യ വൃത്തിയിൽ നിന്നുകൊണ്ട് നീ ചെയ്യുന്ന എല്ലാ അകൃത്യങ്ങൾക്കും ഉത്തരവാദി പൂർണ്ണമായും നീ തന്നെയായിരിക്കും. അത് സഭയോ ദൈവമോ അതിന് ഉത്തരവാദികളല്ല എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ അനുസരണക്കേടിന്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന സഭയ്ക്കെതിരായിട്ട്, കർത്താവിനെതിരായിട്ട്, വിശ്വാസങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഇവരുടെ പൗരോഹിത്യം എവിടെ പോയി എന്ന് ഇവർ തന്നെ ചിന്തിക്കട്ടെ. വിശ്വാസികൾ ഇത് കൃത്യമായിട്ട് കേൾക്കണം. വീണ്ടും സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. നോക്കുക, എത്ര മഹനീയമായ ഒരു സ്ഥാനമാണ് അത് കൃത്യമായിട്ട് പുരോഹിതർക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പുരോഹിതരല്ലാത്തവർ ആരെങ്കിലും ആ പൗരോഹിത്യ വൃത്തിക്കടുത്ത വേലകൾ ചെയ്താൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന് സംഖ്യയുടെ പുസ്തകം പറയുമ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് മറ്റൊരു വസ്തുത കൂടി കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വോയിസ് ഓഫ് ട്രൂത്ത് പ്രക്ഷേപണം ചെയ്ത ഫാദർ ആന്റണി പൂതുവേലിയുടെ ഇന്റർവ്യൂവിന്റെ 3-ാം ഭാഗത്തിൽ ഫാദർ ആന്റണി പൂതുവേലി പറയുന്നുണ്ട്, വടുതല പള്ളിയിൽ നടന്ന ചില പ്രത്യേക കാര്യങ്ങൾ. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്, പരിശുദ്ധ സുവിശേഷ വായനയ്ക്ക് ശേഷം സുവിശേഷം അല്ലെങ്കിൽ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സമയത്ത് വൈദികൻ വചന വ്യാഖ്യാനം നടത്തുന്നതിന് മുൻപ് തന്നെ അവിടെ കുട്ടികൾ അൾത്താരയിൽ കയറി വചന വ്യാഖ്യാനം നടത്തുന്നു എന്ന്. ഇവിടെയാണ് ഈ ഒരു ബൈബിൾ വാക്യം അല്ലെങ്കിൽ ബൈബിൾ വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെതിരെ എറണാകുളത്തുള്ള ചിലർ വടുതല ഇടവകയിലെ പൂർവ്വ വിദ്യാർത്ഥികളെന്നാണ്
അവർ സ്വയം പരിചയപ്പെടുന്നത് ഇടവകയിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുകയില്ല. അവർ ഉദ്ദേശിച്ചത് അവിടെ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളിൽ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നായിരിക്കാം. ഏതായാലും അവർ അവിടെയുള്ള ഇടവകയിലുള്ള കുട്ടികളാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. അവർ പറയുന്നു ഈ പറയുന്ന മുഴുവൻ അബദ്ധമാണ്, അങ്ങനെ ഒരു കാര്യങ്ങളെ അവിടെ നടന്നിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ, നിമ്മി ജോസ് എന്ന് പേരുള്ള ഒരു വിദ്യാർത്ഥിയാണ് അല്ലെ വിദ്യാർത്ഥിനിയാണ്. അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, കാരണം ഈ വീഡിയോ കണ്ട് വീഡിയോയുടെ താഴെ വന്ന് അതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, അതുകൂടി ഇവിടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വടുതല തിരുഹൃദ ദേവാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വേദന ഉളവാക്കി. അതിനാലാണ് ഇത് എഴുതുന്നത്. ഒന്നാമതായി, വചന വിചിന്തനം എന്നത് ഒരു പെൺകുട്ടി മാത്രം ചെയ്തിരുന്നതല്ല. ഓരോ ക്ലാസ്സുകളെയും പ്രതിനിധീകരിച്ച് പെൺകുട്ടിയോ ആൺകുട്ടിയോ ആണ് സംസാരിച്ചിരുന്നത്. ഒരിക്കലും വൈദികന്റെ ഞായറാഴ്ച സന്ദേശത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആയിരുന്നില്ല ഇത്. കുട്ടികളിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ കുട്ടികളിൽ ഒരു താല്പര്യം വരുന്നതായി കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ അല്ലേ സുഹൃത്തെ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത്? എന്റെ ദേവാലയത്തോട് കൂറുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് എന്നാണ് ഈ കുട്ടി ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളോട് അല്ലെ യുവജനങ്ങളോട് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, പരിശുദ്ധ ബലിയർപ്പണം എന്ന് പറയുന്നത് ഒരു പഠന ക്യാമ്പല്ല. ബൈബിൾ വിശദീകരിക്കാം. അത് യുവജനങ്ങൾക്കും അൽമായർക്കും ആർക്ക് വേണമെങ്കിലും ബൈബിൾ ശരിയായ രീതിയിൽ വിശദീകരിക്കാം, വിവക്ഷിക്കാം. നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ബൈബിളിനെ പറ്റി കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിന്റെ വേദി പരിശുദ്ധ ബലിയർപ്പണ വേദി ആകരുത്. കാരണം ബലിയർപ്പണ വേദിയിൽ ഇപ്പോൾ തന്നെ നടക്കുന്ന ഇത്തരം അപചയങ്ങൾക്ക് കാരണം തന്നെ ബലിയർപ്പണത്തെ നാടകമാക്കി മാറ്റിയ എറണാകുളത്തെ ലോഹ തൊഴിലാളികളാണ്. അടിച്ചമർത്താൻ അടിമകളല്ല, ആടിയുലയാൻ അടിമകളല്ല, വേണം വേണം തിരുഹൃദയം, വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ, അതിരൂപതയുടെ മക്കൾ വരുന്നു. ജയിക്കട്ടെ അങ്ങനെ ജയിക്കട്ടെ, ജയിക്കട്ടെ അങ്ങനെ ജയിക്കട്ടെ, അതിരൂപത ജയിക്കട്ടെ, ജയിക്കട്ടെ അങ്ങനെ ജയിക്കട്ടെ, എന്നും വേണം ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന. തന്നൊരു ദീപം കൈകളിലേന്തി ചൊല്ലുന്നു, കൈകളിലേന്തി ചൊല്ലുന്നു, ഇനിയും വേണ്ട സുറിയാനി, ഇനിയും വേണ്ട സുറിയാനി, വേണ്ട വേണ്ട പിന്തിരിയൽ, വേണ്ട വേണ്ട പിന്തിരിയൽ. ഈ സഭയെ തകർക്കാൻ കൂടിയ ബിഷപ്പുമാരെ ഐക്യമെന്നാൽ വിഭജനമാണോ? പറയൂ ബിഷപ്പുമാരെ, പറയൂ ബിഷപ്പുമാരെ, രാഷ്ട്രം വെടിയൂ ബിഷപ്പുമാരെ, രാഷ്ട്രം വെടിയൂ ബിഷപ്പുമാരെ. തോമാശ്ലീഹ തന്നൊരു ദീപം, തോമാശ്ലീഹ തന്നൊരു ദീപം, കൈകളിലേന്തി ചൊല്ലുന്നു, കൈകളിലേന്തി ചൊല്ലുന്നു, ഇനിയും വേണ്ട സുറിയാനി, ഇനിയും വേണ്ട സുറിയാനി, വേണ്ട വേണ്ട പിന്തിരിയൽ, ജനാഭിമുഖമാം ദിവ്യബലിയെ, നാടകമാക്കി പ്രാകൃതമാക്കി, നാടകമാക്കി പ്രാകൃതമാക്കി, കൽദായർക്ക് അടിയറ വെക്കാൻ, കൽദായർക്ക് അടിയറ വെക്കാൻ, ഇല്ല ഞങ്ങൾ വിട്ടുതരില്ല, ഇല്ല ഞങ്ങൾ വിട്ടുതരില്ല. തക്സയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ ബലിയർപ്പണത്തിൽ പാടുള്ളൂ എന്ന് കൃത്യമായി സഭ വിവക്ഷിക്കുമ്പോൾ അവർക്കിഷ്ടമുള്ളത് വിളിച്ചു പറയുവാൻ, അവർക്കിഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കുവാൻ, അവർക്കിഷ്ടമുള്ള പാട്ടുകൾ പാടുവാൻ, ഇടവക ജനത്തിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ അപമാനിക്കുവാനൊക്കെ അൾത്താര ഉപയോഗിക്കുന്ന വൈദികരെ കണ്ടല്ലേ ഈ വിദ്യാർത്ഥികളും ഈ യുവജനങ്ങളും പഠിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇവരിങ്ങനെ വന്ന് എഴുതിയതിൽ ഒരു തെറ്റും കാണുവാനൊക്കത്തില്ല. കാരണം ഈ കുട്ടികൾ കണ്ടുപഠിച്ചിരിക്കുന്നത് പ്രാകുന്ന വൈദികനെയാണ്. ഈ കുട്ടികൾ കണ്ടുപഠിച്ചിരിക്കുന്നത് തക്സയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുന്ന, പാട്ടുകൾ പാടുന്ന, തുള്ളിച്ചാടുന്ന വൈദികരെയാണ്. എന്നാൽ ബലിയർപ്പണം ഇത് ഒന്നുമല്ല. കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം ബലിയർപ്പണമെന്ന് പഴയ നിയമത്തിൽ അഹറോനും അവന്റെ മക്കൾക്കും വേണ്ടി
ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ ഇപ്പോൾ കേട്ട ബൈബിൾ വചനം. അതിനു മുമ്പ് മറ്റൊരു സുഹൃത്തു കൂടി എഴുതിയ കാര്യം നമുക്ക് കാണാം, നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. ടീന തോമസ് എന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. അതും നിങ്ങൾക്ക് വായിക്കാം. അതിൽ ഇങ്ങനെ പറയുന്നു: വടുതല തിരുഹൃദ ദേവാലയത്തിലെ ഞായറാഴ്ചകളിലെ കുട്ടികളുടെ വചന വിചിന്തനം 9 വർഷങ്ങളായി തുടർന്നു വരുന്നതാണ്. ഒരു പെൺകുട്ടിയല്ല, 200-ൽ അധികം പെൺകുട്ടികളും ആൺകുട്ടികളും അൾത്താരയിൽ നിന്നല്ല താഴെ നിന്ന് പ്രീസ്റ്റിന്റെ സാന്നിധ്യത്തിൽ മനോഹരമായി നടന്നു വന്നതായിരുന്നു വചന വിചിന്തനം. ഇതിൽ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എല്ലാവരോടുമായിട്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും തെറ്റായി ചിത്രീകരിക്കുവാനോ മറ്റുള്ളവരുടെ മുൻപിലേക്ക് എത്തിക്കുവാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. എറണാകുളം ബസിലിക്ക ദേവാലയത്തിന്റെ വികാരിയായ ഫാദർ ആന്റണി പോതുവേലി പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഈ കുട്ടികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇവിടെ കുട്ടികൾ വന്ന് വചനത്തെ വ്യാഖ്യാനിക്കുന്നുവെന്ന്. തീർച്ചയായിട്ടും അപക്വമായ നടപടിയാണ്. ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത് നല്ലതാണ്, അത് അതിന്റെ സ്ഥലങ്ങളിലായിരിക്കണം, പരിശുദ്ധ ബലിയർപ്പണ വേദികളിലാകരുത്. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുത്തത് തന്നെ അവിടെയുള്ള വികലമായ ചിന്താഗതിയുള്ള വൈദിക തൊഴിലാളികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ കുട്ടികളെ പോലും വഴിതെറ്റിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ വൈദിക ഗുണ്ടാ തൊഴിലാളികളാണ് പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയ പൗരോഹിത്യം ഒരിക്കലും തിരിച്ചെടുക്കപ്പെടുവാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അതിനെപ്പറ്റി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എറണാകുളത്തുള്ള യുവജനങ്ങളോടും അതുപോലെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുവാനുള്ളത്, യുവജനങ്ങളും അൽമായരും മുൻപോട്ട് വന്ന് ബൈബിൾ കൂടുതൽ പഠിക്കുകയും അതിൽ വിചിന്തനം ചെയ്യുന്നതും നല്ലതാണ്. അത് കാലത്തിന്റെ ആവശ്യമാണ്. എന്നാൽ അത് നടത്തേണ്ടത് കാറ്റഗിസം ക്ലാസുകളിലും ബൈബിൾ കൺവെൻഷനുകളിലും അല്ലെങ്കിൽ അതുപോലുള്ള മതബോധന പഠന ക്ലാസുകളിലും സഭകളിലും അല്ലെങ്കിൽ ധ്യാനങ്ങളിലുമാണ്, സെമിനാറുകളിലാണ്. അല്ലാതെ പരിശുദ്ധ ബലിയർപ്പണ വേദിയിലല്ല. അവിടെ വചനം വ്യാഖ്യാനിക്കുവാൻ പുരോഹിതന് മാത്രമേ അധികാരമുള്ളൂ, അവകാശമുള്ളൂ എന്ന് കൃത്യമായിട്ട് ബൈബിൾ വിവക്ഷിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ വചനഭാഗത്തേക്ക് കടന്നു പോകാം. സംഖ്യയുടെ പുസ്തകം 18:7 പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് കാണാം. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്, എന്നാൽ അത് മറ്റാരെങ്കിലും ചെയ്താൽ അവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന് സംഖ്യയുടെ പുസ്തകം പറയുന്നു. ഇത് കുറച്ച് ആലങ്കാരികമായി തോന്നിയാൽ പോലും പുരോഹിതൻ ചെയ്യേണ്ട കടമകൾ പുരോഹിതൻ മാത്രമാണ് ചെയ്യേണ്ടത്, മറ്റുള്ളവരല്ല എന്ന് കൃത്യമായി ബൈബിൾ ഇവിടെ വിവക്ഷിക്കുകയാണ്. നമുക്ക് മുൻപോട്ട് നോക്കാം. എറണാകുളത്തുള്ള വൈദിക തൊഴിലാളികൾ പറയുന്നത് പോലെ പൗരോഹിത്യം ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യമാണോ? എന്താണ് മുൻപോട്ട് ബൈബിൾ പറയുന്നത്? നമുക്ക് കാണാം. എസ്ര 2:62 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തതിനാൽ പുരോഹിത പുത്രന്മാരായ ബെർസില്ലായി കുടുംബക്കാർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. പൗരോഹിത്യ വംശാവലിയിൽ പേരില്ലാത്തത് കാരണം തന്നെ പുരോഹിത പുത്രന്മാരായ, നമുക്കറിയാം പഴയ നിയമത്തിൽ പുരോഹിത പുത്രന്മാരാണ് പുരോഹിതരായി അവരോധിക്കപ്പെടുന്നത്. പുരോഹിത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഒരേ വംശത്തിൽ നിന്നാണ് പുരോഹിതർ അവരോധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവർ പോലും പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. മുന്നോട്ട് കാണാം. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അഹറോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ ഉണ്ടാവുക ആവശ്യമായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൂർണ്ണതയുള്ള പുരോഹിതനായി ക്രിസ്തുവിനെ ചിത്രീകരിക്കുമ്പോൾ പൗരോഹിത്യം പൂർണ്ണത ഉള്ളതായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പൗരോഹിത്യം പൂർണ്ണതയുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ബൈബിൾ തന്നെ വിവക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരും മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ യോഗ്യത നഷ്ടപ്പെടുമ്പോൾ പൗരോഹിത്യം അവരിൽ തന്നെ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. പുരോഹിതർ എങ്ങനായിരിക്കണം അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എങ്ങനായിരിക്കണം എന്നുള്ളത്
കൃത്യമായിട്ട് ബൈബിളിൽ കർത്താവ് തന്നെ നേരിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ അതേ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിരിക്കണമെന്ന് കൃത്യമായി ഇവിടെ കർത്താവ് പറയുന്നുണ്ട്. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതിനാൽ അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. ഇത് പറയുവാൻ കാരണം എറണാകുളത്തുള്ള വിശ്വാസികൾ പറയുന്നത്, ഞങ്ങൾക്ക് വൈദികരുടെ മുഖത്ത് നോക്കി കുർബാന കണ്ടാൽ മാത്രമേ ഒരു സംതൃപ്തി വരികയുള്ളൂ എന്നാണ്. കാരണം എറണാകുളത്തുള്ള വൈദികർ യേശുവിന്റെ പ്രതിപുരുഷന്മാരാണ്, അല്ലെങ്കിൽ അവർ യേശുവായിട്ടാണ് അവിടെ നിന്ന് ബലി അർപ്പിക്കുന്നതൊക്കെയാണ്. ഇവിടെ ആദ്യം പറയുവാനുള്ളത് പരിശുദ്ധ ബലിയർപ്പണം കാണുകയല്ല, പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ യേശു എന്നേക്കും നിലനിൽക്കുന്നത് കാരണം അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. യേശുവിന്റെ പൗരോഹിത്യമല്ല ഈ പറയുന്ന വൈദികർക്ക് ലഭിച്ചിരിക്കുന്നത്. വൈദികർക്ക് യേശു നൽകിയ അധികാരമനുസരിച്ചുള്ള ശുശ്രൂഷ വേലയാണ് ലഭിച്ചിരിക്കുന്നത്. അത് കൊടുത്തവന് തിരിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ള നഗ്ന സത്യം ആദ്യം എറണാകുളത്തുള്ള വിശ്വാസികൾ മനസ്സിലാക്കണം. അതുപോലെ ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാ വിശ്വാസികളും അത് മനസ്സിലാക്കണം. ഹെബ്രായർ 7:12 വീണ്ടും ഒരു വാക്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും കാര്യമായ മാറ്റം സംഭവിക്കുന്നു. പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുന്നത് എപ്പോഴാണ്? പൗരോഹിത്യ അന്തസ്, പൗരോഹിത്യം ലഭിക്കുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ നിറവേറ്റാതെ വരുമ്പോഴാണ് പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നിയമങ്ങളും മാറും. അങ്ങനെ പൗരോഹിത്യം അവരിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടും. അപ്പോൾ തിരുപ്പട്ടം അല്ലെങ്കിൽ ഇവർ പറയുന്ന പൗരോഹിത്യ അന്തസ് ഏത് സമയത്തും തിരിച്ചെടുക്കുവാൻ അത് കൊടുത്തവർക്ക് അധികാരമുണ്ട്. ഇവർക്ക് പൗരോഹിത്യം നൽകിയത് സഭ വഴിയാണ്. അപ്പോൾ സഭ വഴി അത് തിരിച്ചെടുക്കുവാൻ സഭയ്ക്ക് പൂർണ്ണമായി അധികാരമുണ്ട് എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. കർത്താവ് നൽകിയ പൗരോഹിത്യം അല്ലെങ്കിൽ കർത്താവ് സഭ വഴി നൽകിയ പൗരോഹിത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കൃത്യമായിട്ട് കർത്താവ് അത് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് ഇത്തരം പുരോഹിതർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വേണം കരുതുവാൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാം, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കൃത്യമായിട്ട് ഇവിടെ സന്ദേശം നൽകുന്നുണ്ട്, എന്റെ കൽപ്പനകൾ പാലിച്ചാൽ. അപ്പോൾ നിങ്ങൾക്കൊരു കൽപ്പന നൽകിയിട്ടുണ്ട്, അനുസരണത്തിന്റെ കൽപ്പന, പൗരോഹിത്യ അന്തസ്സ് മുറുകെ പിടിക്കുവാനുള്ള കൽപ്പന, ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാനുള്ള കൽപ്പന, പരിശുദ്ധ ബലിയർപ്പണം കൃത്യതയോടുകൂടി അർപ്പിക്കുവാനുള്ള കൽപ്പന. ഇത് പാലിച്ചാൽ മാത്രമേ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കർത്താവിൽ നിലനിന്നാൽ മാത്രമേ നിങ്ങളുടെ പൗരോഹിത്യം നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് അതിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബൈബിൾ വിവക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളിൽ ഉള്ള ആ മുദ്രണം മാറുന്നില്ല. അതും കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ കായേന്റെയും ആബേലിന്റെയും കഥ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കുവാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അവിടെ തന്നെ വീണ്ടും കൂടെ പറയുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 4:15, ആരും കായേനെ കൊല്ലാതിരിക്കുവാൻ കർത്താവ് അവന്റെ മേൽ ഒരു അടയാളം പതിച്ചു. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കാരണം നിന്നിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യം നീ പാലിച്ചില്ല. നിന്റെ അനിയനെ നീ കൊന്നു. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന പൗരോഹിത്യ ശുശ്രൂഷ നീ നഷ്ടപ്പെടുത്തി. നീ ശപിക്കപ്പെട്ടവനായിരിക്കും. എന്നാൽ നിന്റെ മേൽ എന്റെ അടയാളമുണ്ട്. നിനക്ക് പൗരോഹിത്യം കിട്ടിയിരുന്നു എന്നുള്ള അടയാളം. എങ്കിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഇവിടെ ബൈബിൾ പറയുന്നുണ്ട്. പൗരോഹിത്യം എന്ന മഹനീയമായ മുദ്രണം ചെയ്യപ്പെട്ട കൂദാശ നഷ്ടപ്പെട്ടാലും അത് നഷ്ടപ്പെട്ട കാര്യം തിരിച്ചറിയാത്ത നികൃഷ്ട ജന്മങ്ങളാണ് എറണാകുളത്തുള്ള വൈദിക തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ശാപം അവരെ ഗ്രഹിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആദത്തിന്റെയും ഹൗവയുടെയും കഥ പറയുന്ന ഭാഗത്ത്
പറയുന്നു, പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. അതിനുശേഷം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ലജ്ജ തോന്നി, അല്ലെങ്കിൽ അവർക്ക് പാപഭാരം തോന്നി, അവർ നഗ്നരാണ് എന്നവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ദൈവം അവരോട് ചോദിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 3:11 കൃത്യമായിട്ട് ഈ ഭാഗം വിവരിക്കുന്നുണ്ട്. കർത്താവ് അവനോട് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അപ്പോൾ ഇവിടെ നഗ്നത മനസ്സിൽ പേറിയത് എപ്പോഴാണ്? അവർ പാപം ചെയ്തപ്പോൾ, അനുസരണക്കേട് കാട്ടിയപ്പോൾ അവർക്ക് സ്വയം ബോധ്യം വന്നു. എന്നാൽ പാപം ചെയ്തതിനു ശേഷവും അനുസരണക്കേട് കാട്ടിയതിനു ശേഷവും എറണാകുളത്തുള്ള വിമത ലോഹധാരികൾക്ക് ഇപ്പോഴും അതിനെപ്പറ്റി കുറ്റബോധമോ പാപബോധമോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവർ പറയുന്നത് പോലെ ഇവരുടെ പൗരോഹിത്യം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ബൈബിളിൽ വഴി നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കൂടെ തന്നെ സഭയുടെ കാനോൻ നിയമത്തിൽ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്. എന്താണ് കാനോൻ നിയമത്തിൽ പൗരോഹിത്യത്തെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാനോൻ നിയമം 394 പറയുന്നു. നിങ്ങളുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഒരിക്കൽ സാധുവായി സ്വീകരിച്ചിട്ടുള്ള തിരുപ്പട്ടം പിന്നീട് ഒരിക്കലും അസാധുവാകുകയില്ല. എന്നിരുന്നാലും ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് താഴെ പറയുന്ന കാരണങ്ങളാൽ പുരോഹിത അന്തസ്സ് നഷ്ടപ്പെടുന്നു. ഒന്നാമത്തെ കാരണം തിരുപ്പട്ടത്തിന്റെ അവാസ്തവികത പ്രഖ്യാപിക്കുന്ന നൈയാമിക വിധിയോ അല്ലെങ്കിൽ ഭരണപരമായ ഡിഗ്രിയോ വഴി. രണ്ടാമത്തെ കാരണം നിയമാനുസൃതം ചുമത്തപ്പെട്ട സ്ഥാനഭ്രഷ്ടമാക്കൽ ശിക്ഷ വഴി. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു. കാനോൻ 394 പറയുന്നു, ഒന്നെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെട്ട് അല്ലെങ്കിൽ പുറത്താക്കൽ നടപടി വഴി അത് സഭയ്ക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇവരുടെ പൗരോഹിത്യ അന്തസ്സ് നഷ്ടപ്പെടുന്നു. എന്നാൽ ഇവർ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. അതും കാനോൻ നിയമത്തിൽ തന്നെ കൃത്യമായി പറയുന്നതാണ്. കാനോൻ 394 തന്നെയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. അതിൽ എന്താണ് പറയുന്നത്? തിരുപ്പട്ടം ആത്മാവിൽ സ്ഥിരമായ മുദ്ര പതിക്കുന്ന ഒരു കൂദാശയാണ്. അത് ഒരിക്കൽ നൽകപ്പെട്ടാൽ നഷ്ടമാകുന്നില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുരോഹിതാവസ്ഥ നൈയാമികമായി നഷ്ടപ്പെടുകയും അവർ അൽമായരെ പോലെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് ഇവിടെ പറയുന്നു, പുരോഹിത അന്തസ്സ് നഷ്ടപ്പെട്ട് അവർ അൽമായരെ പോലെ പരിഗണിക്കപ്പെടുന്നു. നിങ്ങൾ അൽമായരായിട്ട് തീരുന്നു. അൽമായർക്കുള്ള അവകാശങ്ങൾ എന്താ നമുക്കറിയാം. അവർക്ക് ബലിയർപ്പണം സാധ്യമല്ല, മറ്റുള്ള കൂദാശകൾ ഒന്നും കൊടുക്കുവാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ തിരുപ്പട്ടം കിട്ടി അവരെ അയോഗ്യരായി പ്രഖ്യാപിച്ചതിന് ശേഷവും ഒരു കൂദാശ മാത്രം അവർക്ക് കൊടുക്കാം. അതാണ് രോഗീ ലേപനം. രോഗീ ലേപനം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അൽമായർക്കും കൊടുക്കാം എന്നുള്ളതും നമ്മൾ ഓർക്കണം. അപ്പോൾ തിരുപ്പട്ടം എന്ന മുദ്ര മാത്രമേ അവരിൽ നിന്ന് മായാതെ നിൽക്കുന്നുള്ളൂ. എന്നാൽ അതിന് ചേർന്ന അന്തസ് എല്ലാം അവരിൽ നിന്ന് മാറ്റപ്പെടുന്നു. അത് കൃത്യമായിട്ട് ഇവിടെ വിവക്ഷിക്കുന്നുണ്ട്. കാനോന 395 പറയുന്നു. നിങ്ങളുടെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാം. വൈദിക അന്തസ്സ് നഷ്ടപ്പെടുന്ന പുരോഹിത ശുശ്രൂഷയ്ക്ക് അതോടൊപ്പം പ്രത്യേക നിയമത്തിന്റെ മാനദണ്ഡ പ്രകാരം വൈദിക അന്തസ്സിനടുത്ത അവകാശങ്ങളും നഷ്ടപ്പെടുന്നു. എല്ലാ ഉദ്യോഗങ്ങളിലും ശുശ്രൂഷകളിലും ചുമതലകളിൽ നിന്നും അർപ്പിത അധികാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയിൽ നിന്നും നിയമത്താൽ തന്നെ അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു. ഇവിടെ കൃത്യമായിട്ട് ഈ കാനോൻ നിയമത്തിൽ പറയുന്നു, ഒരു വ്യക്തിക്ക് അവൻ അയോഗ്യനാണെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടാൽ അവനിൽ നിന്ന് പുരോഹിത അന്തസ് പൗരോഹിത്യ അന്തസ് എടുത്തു മാറ്റി അവനെ അൽമായനെ പോലെയാക്കി തീർക്കുവാൻ സഭയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇവിടെയാണ് എറണാകുളത്തുള്ള വിമത ലോഹ വേഷധാരികൾ പറയുന്നത്, ഒരു പ്രാവശ്യം ഞങ്ങൾ വൈദികരായാൽ ഞങ്ങളെ വൈദിക അന്തസ്സിൽ നിന്ന് മാറ്റുവാൻ സാധിക്കത്തില്ല എന്നുള്ളത്. കൃത്യമായിട്ട് ബൈബിളും കാനോൻ നിയമവും അനുസരിച്ച് ഇവരുടെ വൈദിക അന്തസ് എടുത്തു മാറ്റുവാൻ സഭയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ആ നിലയിൽ എറണാകുളത്തുള്ള വിമത ലോഹധാരികൾ ആരും ഈ സമയത്ത് പുരോഹിതരല്ല. അവർ വെറും അൽമായരാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധ ബലിയർപ്പണം എന്ന രീതിയിൽ നാടകം കണ്ടാൽ അത് ബലിയർപ്പണമാകില്ല എന്ന് എറണാകുളത്തുള്ള വിശ്വാസികൾ മനസ്സിലാക്കണം. കൂടെ ഇതിന് ഉപോത്ബലകമായി പറയുവാനുള്ള കാരണം ഇതുപോലെ തന്നെയുള്ള ഒരു കൂദാശയാണ് മാമോദിസ. മാമോദിസ ഒരിക്കൽ നൽകപ്പെട്ടാൽ ഒരിക്കലും ആ ഒരു മുദ്രണം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. ഒരു പ്രാവശ്യം മാമോദിസ സ്വീകരിച്ച വ്യക്തി അവനിൽ മാമോദിസയുടെ മുദ്രണം പതിഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനെതിരായിട്ട്
മാമോദിസയുടെ അന്തസ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം അവനിലുള്ള ക്രൈസ്തവികത അല്ലെങ്കിൽ അവൻ കത്തോലിക്കൻ എന്നുള്ള ആ ഒരു പരിഗണന അവനിൽ നിന്ന് മാറ്റപ്പെടുന്നു. അവൻ കത്തോലിക്കൻ അല്ലാതായി തീരുന്നു. അവനിലുള്ള മാമോദിസയുടെ മുദ്രണം മാറ്റപ്പെടുന്നില്ല. കാരണം ഒരു പ്രാവശ്യം നൽകപ്പെട്ടാൽ അതും തിരിച്ചെടുക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ അവന്റെ കത്തോലിക്ക അന്തസ് അതുവഴി അവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെതിരായിട്ട്, സഭയ്ക്കെതിരായിട്ട്, സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ട് ജീവിക്കുമ്പോൾ അവന്റെ കത്തോലിക്ക ജീവിത അന്തസ് നഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് പുരോഹിത അന്തസ് നഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് എറണാകുളത്തുള്ള അൽമായ വിശ്വാസികളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും അസത്യവചനങ്ങളാണ്. കാരണം ഇത്തരം വിമത ലോഹധാരികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി ബൈബിളിനെതിരായി, ബൈബിൾ വചനങ്ങൾക്കെതിരായി, സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായി നിങ്ങളെ അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് നയിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വൈദിക അന്തസ്സ് നഷ്ടമായി തീർന്നിരിക്കുന്നു. വിമത ലോഹ തൊഴിലാളികളെ എന്ന് എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികളെ ഓർമ്മിപ്പിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. തിരുപ്പട്ടം പൗരോഹിത്യ അന്തസ് എന്ന മഹനീയ കൂദാശയെ വളരെ തരം താണ നിലയിൽ വ്യാഖ്യാനിച്ച് വിശ്വാസികളെ അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന സാത്താൻ രൂപികളായ, സാത്താൻ സേവക്കാരായ വിമത ലോഹ വേഷധാരികളെ ഇനിയെങ്കിലും നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുവിൻ എന്ന് മാത്രമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളൂ. കാരണം എറണാകുളത്ത് നടക്കുന്ന പൈശാചിക ബലിയർപ്പണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ്, കാരണം നിങ്ങളോ സാത്താൻ അടിമപ്പെട്ടു, അവിടെയുള്ള വിശ്വാസികളെയെങ്കിലും ആ ഒരു പ്രവർത്തിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ യുവജനങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ ബലിവേദികൾ നാടകവേദികളാക്കി തീർക്കുന്ന എറണാകുളത്തെ വിമത ലോഹധാരികൾക്ക് ദൈവം ശിക്ഷ നൽകട്ടെ. കാരണം സഭ കണ്ണടച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ സിനഡ് കണ്ണടച്ചിരിക്കുന്നു. മാർപ്പാപ്പയുടെ ഉത്തരവ് പോലും നടപ്പിലാക്കുവാൻ എറണാകുളത്തെ രൂപത അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്കോ സീറോ മലബാർ സഭയുടെ സിനഡിനോ സാധിക്കുന്നില്ല എന്നുള്ള വേദനാജനകമായ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം നേരിട്ട് ഇടപെടട്ടെ. തിരുപ്പട്ടമെന്ന പരമപൂജ്യമായ കൂദാശ കൊടുത്തവർക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുമെന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മുൻപോട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുകൾ മികവുറ്റതാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്. നന്ദി, നമസ്കാരം.